വെൽക്കം ബാക്ക് ടു നൗർ ആൻഡ് മെഹർ. ഇത് ഞങ്ങളുടെ ഉംറ യാത്രയുടെ അവസാനത്തെ വീഡിയോ ആണ്. അതായത് ഏകദേശം 10ാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ. മദീനയിൽ നിന്ന് ഞങ്ങൾ റിയാദിലെത്തിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പോയിട്ടില്ല. അന്ന് രാത്രി ഞങ്ങൾ 1-2 മാളുകളിലൊക്കെ പോയിട്ട് അങ്ങനെ ഏകദേശം പുലർച്ചയ്ക്കാണ് പിന്നീട് ഞങ്ങൾ മസ്കറ്റിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ സൗദിയുടെ ഗാംഭീര്യവും അതേപോലെ തന്നെ പ്രൗഢിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാദിൽ വരണം. റോഡുകളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലൊക്കെ തന്നെ അത്തരത്തിൽ ഭംഗിയുള്ളതും അതേപോലെ തന്നെ വലുപ്പമുള്ളതൊക്കെയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അധിക സ്ഥലങ്ങളൊന്നും റിയാദിൽ പോയിട്ടില്ല. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. രാത്രി റിയാദിൽ തങ്ങി പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ റിയാദിൽ നിന്ന് മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചു. റിയാദിൽ നിന്ന് ഒമാൻ ബോർഡറിലേക്ക് ഏകദേശം 1300 കിലോമീറ്റർ ഉണ്ട്. റിയാദിൽ നിന്ന് യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ അൽമറായിൻ്റെ വലിയ ബിൽഡിങ്ങും അതിൻ്റെ ഫാമൊക്കെ കണ്ടു. പുറത്തുനിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ, അകത്ത് കയറാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളവിടെ സന്ദർശിക്കണമെങ്കിൽ നേരത്തെ തന്നെ റിക്വസ്റ്റൊക്കെ എടുത്ത് ബുക്കിങ്ങൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഏതായിരുന്നാലും അതിൻ്റെ മുന്നിലൂടെ ഒന്ന് കണ്ട് ഞങ്ങൾ യാത്ര പുനരാരംഭിച്ചു. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര പരിപൂർണമായ ഒരൊറ്റ പകൽ വിജനമായ മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ്. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ അടുത്തൊരു വാർത്ത വായിച്ചിട്ടുണ്ടാകും. റിയാദിൽ നിന്ന് മസ്കറ്റിലേക്ക് ഒമാനിലേക്ക് യാത്ര ചെയ്ത 2 പേര് വിജനമായ സ്ഥലത്ത് എത്തിപ്പെടുകയും അവർക്ക് പെട്രോൾ തീരുകയും വാഹനത്തിലുള്ള പെട്രോൾ തീരുകയും അതേപോലെ മൊബൈൽ ചാർജൊക്കെ തീരുകയും ചെയ്ത് അവസാനം മരണപ്പെട്ട ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത അതിൻ്റെ ഒരു വന്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരുഭൂമിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ഒറ്റപ്പെട്ട വാഹനങ്ങളെ നമ്മൾ എതിർദിശയിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും പെട്രോൾ പമ്പ് മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വേണ്ട എല്ലാ ഭക്ഷണ സാമഗ്രികളും വെള്ളം അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ തന്നെ കരുതിയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ഇതിലുള്ള 3/4 ഭാഗവും ഞങ്ങൾ യാത്ര ചെയ്തത് 2 വേ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കും, 1 വേ അല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം വാഹനം ഓടിക്കേണ്ടത്. മരുഭൂമിയുടെ അധിക ഭാഗങ്ങളൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ രാത്രി ഞങ്ങൾ ഒമാൻ്റെ ബോർഡറിലേക്ക് എത്തിച്ചേരുകയാണ്. ഒമാൻ്റെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ അവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഒമാൻ്റെ ബോർഡർ ഞങ്ങൾ ക്രോസ് ചെയ്യുകയാണ്. 1300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒമാൻ ബോർഡർ കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങളവിടെ ഹാൾട്ട് ചെയ്തു. പിന്നീട് രാവിലെയാണ് ഞങ്ങൾ യാത്ര പുനരാരംഭിച്ചത്. ബോർഡറിൽ നിന്ന് ഏകദേശം 153 കിലോമീറ്റർ ഉണ്ട് ഇബ്രിയിലേക്ക്. അങ്ങനെ ഇബ്രിയിലൂടെ ഞങ്ങൾ മസ്കറ്റിലേക്ക് നല്ല യാത്ര തുടങ്ങി. ഏകദേശം 10 എപ്പിസോഡുകളായി ഞങ്ങൾ ചെയ്ത ഉംറ യാത്രയുടെ യാത്രാ വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കേട്ടവർക്കും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുപോലെ പരിശുദ്ധമായ ഉംറ യാത്ര നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ, ഓരോ യാത്രയും ഒട്ടേറെ ഓർമ്മകളുടെ സമാഹാരമാണ് നമുക്ക് നൽകുന്നത്.